ഇന്ന് മഹാനവമി ദിനം കൂടിയാണ്. ഈ മഹാനവമി ദിനത്തിലാണ് നമ്മൾ RSSന്റെ കാര്യാലയത്തിൽ, കേന്ദ്ര കാര്യാലയത്തിലുള്ളത്. ശ്രീകാന്ത്, അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, ജനം TV പ്രേക്ഷകർക്ക് സംഘ കാര്യാലയത്തിലെ സംഘത്തിന്റെ സ്ഥാപനം നടന്ന നാഗ്പൂരിലെ മണ്ണിൽ സംഘത്തിന്റെ കാര്യാലയത്തിൽ നിന്നാണ് ഇന്നിപ്പോൾ ജനം TVയുടെ ഈ ഒരു ഷോ വാർത്താ പുലരി നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത്. എനിക്ക് പിന്നിൽ, ജിഷ്ണുവിനും എനിക്കും പിന്നിൽ കാണാൻ സാധിക്കും, ഇത് ഡോക്ടർ ജി സ്മൃതി മണ്ഡപമാണ്. അവിടെ അദ്ദേഹത്തിന്റെ പൂർണ്ണകായ പ്രതിമ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇത് പുതിയ കാര്യാലയമാണ്, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ ഇവിടേക്ക് വരുമ്പോൾ ഇപ്പോൾ RSSന്റെ ഒരു ആസ്ഥാനം എന്ന രീതിയിൽ ജിഷ്ണു, നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ നാഗ്പൂർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൽ വലിയ നാഗ്പൂർ RSSന്റെ നെടുങ്കോട്ട മണ്ണ് അതെന്നൊക്കെ പറഞ്ഞ് വലിയൊരു കെട്ടിച്ചമച്ച കഥകളും ഒക്കെ തന്നെ നമ്മൾ കേൾക്കാറുണ്ട്. ഇവിടെ നമ്മൾ വന്ന് നോക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല, വളരെ സിമ്പിളാണ്, സ്വച്ഛമാണ്, ശാന്തമാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ആളുകൾ വരുന്നു, പതിവ് പോലെ എത്തുന്നു. അവർ തൊട്ടപ്പുറത്ത്, നമ്മുടെ തൊട്ട് അപ്പുറത്തേക്കായി ശാഖ നടക്കുന്നുണ്ട്, ശാഖയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ ഒരു ദിനം എങ്ങനെയാണോ മുൻപ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ 100ാം വർഷത്തിലും ഈ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് ഈ നാഗ്പൂരിൽ ഏറ്റവും പ്രധാനമായും കാണാൻ സാധിച്ചത്. ജിഷ്ണു, തീർച്ചയായും, അതായത് വലിയ ലാളിത്യത്തോടുകൂടി എങ്ങനെയാണോ ഇതുവരെയുള്ള കാര്യങ്ങൾ മുൻപോട്ട് പോയത് അതേ വിഷയത്തിൽ തന്നെ, അല്ലെങ്കിൽ അതേ കാര്യത്തോടുകൂടി സംഘകാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നു. ഒപ്പം ഗുരുജിയുടെ സ്മൃതി മണ്ഡപം കൂടി, ഡോക്ടർ ജിക്ക് മുൻപിലായി ഗുരുജിയുടെ സ്മൃതി മണ്ഡപം കൂടി നമുക്ക് കാണാനാകും. തനിക്ക് അത്തരത്തിലൊരു സ്മാരകമൊന്നും നിർമ്മിക്കരുത് എന്ന നിർദ്ദേശം ഗുരുജി നൽകിയിരുന്നു എങ്കിൽ പോലും ഗുരുജിയുടെ സ്മൃതി മണ്ഡപം കൂടി കാണാൻ സാധിക്കും. അത്തരത്തിൽ നാഗ്പൂരിൽ റേഷ്യൻ ഭാഗിലെ സംഘ കാര്യാലയത്തിലാണ്, നിലവിലെ കേന്ദ്ര കാര്യാലയത്തിലാണ് നമുക്കുള്ളത്. സംഘം ആരംഭിച്ച ആദ്യ കാര്യാലയം നമുക്കറിയാം മോഹിതവാഡയിലാണ്. അന്ന് 25-ന് ശേഷം ആദ്യ കാര്യാലയവും സംഘത്തിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങളും എല്ലാം ആരംഭിക്കുന്നത്. പിന്നീടാണ് വിപുലമായൊരു കാര്യാലയം ആവശ്യമാണ്, കൂടുതൽ വിപുലമായി സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകപ്പോഴാണ് റേഷ്യൻ ഭാഗിൽ ഈ ഒരു കാര്യാലയം നിലവിൽ വന്നിട്ടുള്ളത്. ആ കാര്യാലയത്തിൽ ഡോക്ടർ ജിയുടെ സ്മൃതി മണ്ഡപത്തിന് മുൻപിൽ നിന്നുകൊണ്ടാണ് ഇന്ന് പുത്തൻ പുലരി ജനം TVയുടെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ജിഷ്ണു, ഇതിലൊരു പ്രത്യേകതയുണ്ട്, ഒരു കാര്യമുണ്ട്, ഒന്ന് ആലോചിക്കണം. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ ജി ഈ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ അതിൽ നാമമാത്രമായ ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കുറേയധികം വിദ്യാർത്ഥികൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന, പിന്നെ കുറച്ച് അല്ലാതെയുള്ള ആളുകളും അദ്ദേഹം സംഘടിപ്പിച്ചുകൊണ്ട് തുടങ്ങിയതാണ്. പിന്നീട് ഈ സംഘടനയുടെ വളർച്ചയെന്ന് പറയുന്നത് ഈ രാഷ്ട്രം ഒന്നാകെ സംഘടനയുടെ ഭാഗമായി, അല്ലെങ്കിൽ സംഘടന ഈ സമാജത്തിന്റെ ഭാഗമായി മാറുന്ന കാഴ്ച നമുക്ക് കാണാനും സാധിച്ചു. ഈ രാഷ്ട്രം ഒന്നാകെ ഇത് പടർന്ന് പന്തലിച്ച് ഈ മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് കൂടി ഈ സംഘടന പടർന്ന് ഇറങ്ങുന്ന കാഴ്ച, വേരുകളാഴ്ത്തി പടർന്നിറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാനും സാധിച്ചു. അത്തരത്തിൽ അഭൂതപൂർവമായ വളർച്ചയ്ക്ക് പിന്നിൽ എന്തായിരിക്കാം കാരണം എന്നത് തീർച്ചയായും അതിന്റെ കാരണം, അതായത് സംഘം ഇന്നും നിലനിൽക്കുന്നതിന്റെയും അല്ലെങ്കിൽ സംഘം ഒരു മഹാവൃക്ഷമായി പടർന്നതിന്റെയും പ്രധാനപ്പെട്ട കാരണം ഡോക്ടർ ജി നൽകിയിട്ടുള്ള ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു, അതായത് ഈ പ്രഭാഷണ പരമ്പരയിൽ 100ാം വർഷം തികയുന്ന പശ്ചാത്തലത്തിൽ ഇന്നത്തെ സത്സംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് നടത്തിയിട്ടുള്ള പ്രഭാഷണ പരമ്പരയിൽ പറഞ്ഞു, സംഘത്തെക്കുറിച്ച് കൂടുതലോ പുതുതായോ ഒന്നും പറയാനില്ല, രാജ്യമാണ് പ്രധാനം, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഇതുവരെയുള്ള പ്രവർത്തനം രാജ്യത്തിന് വേണ്ടിയായിരുന്നു, ഇന്ന് നടത്തുന്ന പ്രവർത്തനം രാജ്യത്തിന് വേണ്ടിയാണ്, ഇനി മുൻപോട്ടുള്ള പ്രവർത്തനവും രാജ്യത്തിന് വേണ്ടിയാണ്. അത് തന്നെയാണ് ഭാരതം എന്ന ഈ മഹാരാജ്യത്തിൽ സംഘം ഒരു മഹാവൃക്ഷമായി പടർന്നു പന്തലിക്കാനുള്ള കാരണം എന്ന് നമുക്ക് വിലയിരുത്താം. നമുക്ക് ഇടയ്ക്ക് 1-2 വാർത്തകളിലേക്കും കൂടെ പോയി വരാം എന്ന് തോന്നുന്നു, അല്ലേ ജിഷ്ണു? തീർച്ചയായും സംഘശാഖകളെ കുറിച്ചുള്ള വാർത്തയാണ്. 1925 തുടങ്ങി 2025 എത്തുമ്പോൾ ലോകമാസകലം പടർന്നു പന്തലിച്ച സംഘടനയായി മാറുകയാണ് RSS ശാഖകളോ പരിവാർ സംഘടനകളോ ഇല്ലാത്ത പ്രദേശങ്ങൾ ഇന്ന് ഇന്ത്യയിൽ വിരളമാണ്. 100 വർഷം തകരാതെ പിളരാതെ പടർന്നു പന്തലിച്ച മറ്റൊരു സംഘടന ഈ രാജ്യത്തില്ല എന്ന് വിലയിരുത്താം. 1925 വിരലിലെണ്ണാവുന്ന ആളുകളുമായി ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ ആരംഭിച്ച പ്രസ്ഥാനം ഇന്ന് ലോകമൊട്ടാകെ പടർന്നു പന്തലിച്ച വടവൃക്ഷമാണ്. RSS പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 51,570 സ്ഥലങ്ങളിൽ സംഘടനാ പ്രവർത്തനമുണ്ട്. സംഘടനയ്ക്ക് 100 വർഷം പൂർത്തിയാകുമ്പോൾ 83,129 നിത്യശാഖകൾ നിലവിലുണ്ട്. ആഴ്ചയിലൊരിക്കൽ നടക്കുന്ന മിലൻ പ്രവർത്തനം 32,147 എണ്ണമാണുള്ളത്. മാസത്തിലൊരിക്കൽ നടക്കുന്ന സംഘമണ്ഡലികൾ 12,091 എണ്ണം രാജ്യത്തൊട്ടാകെയുണ്ട്. ഓൺലൈൻ മുഖേന ഏകദേശം 10,000 ആളുകൾ പ്രതിമാസം RSSന്റെ ഭാഗമാകുന്നു എന്ന് സംഘടന പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്.
ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും RSS പ്രവർത്തനം മുൻകാലങ്ങളിലേതിനേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട്. 156 രാജ്യങ്ങളിലായി 3289 പ്രവർത്തന സ്ഥലങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. 36-ലധികം പരിവാർ പ്രസ്ഥാനങ്ങളും നിലവിൽ RSSന്റെ ഭാഗമായി രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്നു. 100 വർഷം തികയുന്ന പശ്ചാത്തലത്തിൽ ശാഖകളുടെ എണ്ണം 1 ലക്ഷമാക്കുകയും പ്രവർത്തകരുടെ എണ്ണം 10 ദശലക്ഷത്തിൽ എത്തിക്കുകയുമാണ് RSS ലക്ഷ്യമിടുന്നത്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. സംഘത്തിന്റെ ശാഖകൾ എത്രത്തോളം പടർന്നു പന്തലിച്ചു എന്നുള്ളതിന്റെ ഒരു വാർത്തയാണ്, അതിന്റെ ഒരു റിപ്പോർട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുള്ളത്. അതിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ജിഷ്ണു, അത് ഇപ്രകാരമാണ്. നമ്മുടെ ഇക്കഴിഞ്ഞ 2024-2025 വർഷത്തെ സംഘത്തിന്റെ സംഘടനാ വർഷത്തെ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടാണ് നമ്മൾ ആധാരമാക്കിയിട്ടുള്ളത്. അത് പറയുകയാണെങ്കിൽ ഏതൊരു RSS പ്രവർത്തകനും സ്വയംസേവകനും അഭിമാനിക്കാവുന്ന നേട്ടം എന്ന രീതിയിൽ തന്നെ ഇതിനെ അവതരിപ്പിക്കാം. കാരണം RSS പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 51,570 സ്ഥലങ്ങളിൽ രാജ്യമൊട്ടാകെ ഈ സംഘടന പടർന്ന് പന്തലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സംഘടനയ്ക്ക് 100 വർഷം പൂർത്തിയാകുമ്പോൾ 83,129 നിത്യശാഖകൾ ഈ സംഘടനയ്ക്കുണ്ട് എന്നുള്ളത് അഭിമാനകരമായ നേട്ടമായി ചൂണ്ടിക്കാണിക്കുന്നു. മിലൻ പ്രവർത്തനം 32,147, അത് ആഴ്ചയിലൊരിക്കൽ നടക്കുന്ന പ്രവർത്തനം എന്ന രീതിയിലാണ്. മാസത്തിലൊരിക്കൽ നടക്കുന്ന സംഘമണ്ഡലികൾ 12,091 എണ്ണം ഈ രാജ്യത്തൊട്ടാകെയുണ്ട് എന്നുള്ളതും പറയുന്നു. വിഷ്ണു, ഏകദേശം 10,000-ലധികം ആളുകൾ ഓൺലൈനായി പ്രതിമാസം ഈ സംഘടനയുടെ ഭാഗമായി വരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടതാണ്. ഒപ്പം തന്നെ 156 രാജ്യങ്ങളിലായി 3289 പ്രവർത്തന സ്ഥലങ്ങൾ കൂടി RSSനുണ്ട് എന്ന് പറയുമ്പോൾ അതായത് മറ്റൊരു സംഘടനയ്ക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള വളർച്ചയും പ്രവർത്തനവും, എന്നാൽ അതിൽ യാതൊരു തരത്തിലുമുള്ള പൊലിമയില്ലാതെ, കാരണം മറ്റൊരു സംഘടനയാണെങ്കിൽ 100-ാം വർഷം തികയുന്ന പശ്ചാത്തലത്തിൽ അതിന്റെ ആഘോഷ പരിപാടികൾ എത്രത്തോളം ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. എന്നാൽ ഒരു ആഘോഷ പരിപാടികളും ഇല്ലാതെ എന്താണോ ഇതുവരെ നടത്തിയ പ്രവർത്തനം അത് കൂടുതൽ ശക്തമാക്കാനുള്ള കർമ്മപദ്ധതിയാണ് സംഘം തയ്യാറാക്കിയത്. അതിൽ ഒരു സ്ഥലത്ത് പോലും ആഘോഷ പരിപാടികൾ എന്നൊരു വാക്കുപോലും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഒപ്പം സംഘം രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള സാഹചര്യത്തെ കൂടി നമുക്ക് വിലയിരുത്തി തുടർന്ന് പോകാൻ. അതായത് എന്താണ് അത്തരത്തിൽ RSS എന്നൊരു ആശയം ഇത്തരത്തിലൊരു സാംസ്കാരിക സംഘടന അല്ലെങ്കിൽ ഒരു സന്നദ്ധ സംഘടന രൂപീകരിക്കാൻ കാരണമായത്? കാരണം 1925 എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലമാണ്. സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് ഭാരതം കടക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ എന്തായിരിക്കാം സംഘം രൂപീകരിക്കാൻ കാരണമായത്? ആ രൂപീകരണ സമയത്ത് അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങൾ, അതിനുശേഷം സംഘം ഈ രൂപീകരിച്ച് കഴിഞ്ഞതിന് ശേഷവും ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ള മറ്റൊരു സംഘടന ഉണ്ടോ എന്ന് ചോദിച്ചാലില്ല. കാരണം അത് നിരോധനങ്ങളെ നേരിട്ടു, അടിയന്തരാവസ്ഥ പോലെയുള്ള സാഹചര്യങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ ഈ സംഘടനയ്ക്ക് സാധിക്കേണ്ടി വന്നു. അങ്ങനെ ഒട്ടനവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ഒരു സിനിമയിൽ പറഞ്ഞ KGF-ൽ പറഞ്ഞ സിനിമയിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഇരുമ്പ് പഴുത്തിരിക്കുമ്പോൾ അടിച്ചടിച്ച് പദം വരുത്തി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ പ്രതിസന്ധികളിലൂടെ കരുത്ത് നേടി കയറി വന്ന ഒരു സംഘടന മറ്റൊന്നുണ്ടോ ഭാരതത്തിൽ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. തീർച്ചയായും അത്രയധികം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് സംഘം ഇന്ന് കാണുന്ന രീതിയിൽ കരുത്താർജിച്ചു വന്നിട്ടുള്ളത്. നമുക്ക് ആ സംഘം രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്ന് പരിശോധിക്കാം. 1920-കൾക്ക് ശേഷം സ്വാതന്ത്ര്യത്തോട് അടുക്കുമ്പോഴും ഭാരതം മതവർഗീയ കലാപങ്ങളും സംഘർഷവും നിറഞ്ഞ് കലുഷിതമായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ദേശീയ ഐക്യത്തിന് ഒരു മുന്നേറ്റം ആവശ്യമാണെന്ന തിരിച്ചറിവിലൂടെ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ നാഗ്പൂരിൽ RSSന് രൂപം നൽകിയത്. രാഷ്ട്ര പുനർനിർമ്മാണമെന്ന ലക്ഷ്യം മാത്രമായിരുന്നു 1925 വിജയദശമി ദിനത്തിൽ രൂപം കൊണ്ട സംഘത്തിന്റെ ലക്ഷ്യം. ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് അടുത്തിരുന്നുവെങ്കിലും വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും നിറഞ്ഞുകൊണ്ട് സമൂഹം വിഭജിക്കപ്പെട്ടിരുന്നു. ഈ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ പോരാട്ടത്തിനുള്ള സംഘടനകൾക്ക് പുറമെ ദേശീയ ഐക്യത്തിനായി സാംസ്കാരിക സ്വഭാവമുള്ള സംഘടന അനിവാര്യമാണെന്ന തിരിച്ചറിവാണ് RSSന്റെ പിറവിക്ക് കാരണമായത്. തീക്ഷ്ണമായ സ്വാതന്ത്ര്യ സമരത്തിന്റെ അനുഭവങ്ങളും കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ സജീവ പങ്കാളിത്തവും ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ എന്ന ഡോക്ടർജിക്ക് RSS രൂപീകരണത്തിന് കരുത്തു നൽകി. ദേശസ്നേഹം,
അച്ചടക്കം, ഐക്യബോധമുള്ള സമൂഹം വളർത്തിയെടുക്കണമെന്ന ഉറച്ച വിശ്വാസത്തോടെ അദ്ദേഹം സുഹൃത്തുക്കളെയും യുവാക്കളെയും സംഘടിപ്പിച്ചു. സുഹൃത്തുക്കളെ ചേർത്ത് വീട്ടിൽ തന്നെ ആദ്യ യോഗം സംഘടിപ്പിച്ചു. 1925 വിജയദശമി ദിനത്തിൽ നാഗ്പൂരിൽ അദ്ദേഹം ഔദ്യോഗികമായി രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തെ പ്രഖ്യാപിച്ചു. ഡോക്ടർ ജി പറഞ്ഞ ആശയം ലളിതമായിരുന്നു. സംഘടിതമായ അച്ചടക്കമുള്ള സമൂഹമാണ് സ്വാതന്ത്ര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉറച്ച കാവൽക്കാർ. മഹത്തായ നമ്മുടെ സംസ്കാരത്തെ വീണ്ടെടുത്തുകൊണ്ട് രാഷ്ട്രത്തെ പുനർനിർമ്മിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അതിനായി ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒന്നിച്ചുകൂട്ടി യാത്രകൾ നടത്തി സംഘശാഖകൾ ആരംഭിച്ചു. ശാരീരിക പരിശീലനവും ദേശഭക്തി ഗാനങ്ങളും സാംസ്കാരിക പ്രഭാഷണങ്ങളും വഴി വ്യക്തികളെ രാജ്യത്തിനായി കരുത്തുറ്റവനാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പ്രവർത്തനം. പതിയെ RSSന്റെ സംഘടനാ സംവിധാനവും ഡോക്ടർ ജി തയ്യാറാക്കി. അന്ന് 1925 വിജയദശമി ദിനത്തിൽ തെളിഞ്ഞ ആ ദീപം ഇന്ന് കോടിക്കണക്കിന് സ്വയം സേവകരുടെ ജീവിതത്തിനും നമ്മുടെ രാജ്യത്തിനും പ്രകാശം നൽകുന്ന മഹത്തായ പ്രസ്ഥാനമായി മാറി. ജനം, ഡൽഹി.